ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഐഷുമോളെ, ടീച്ചറുടെ വീട്ടിൽ വെച്ചേ ടീച്ചർ വരയ്ക്കുന്ന ഒരു പടം കണ്ടില്ലേ? കണ്ടു. ഋതികാന്റിയുടെ പടം. അയ്യോ, അത് ഋതികാന്റിയെ പോലെ തന്നെ ഇരിക്കുന്നേ. ആ അയ്യോ, രാജു, ഋതുമോളുടെ ചിത്രം. ഈ ചിത്രം ഇവിടെ കണ്ടത് ഐഷു അവിടെ ചെന്ന് ഋതുമോളോട് പറയോ? ഏയ്, അമ്മ ടെൻഷൻ ആവണ്ട, ഞാനിത് ക്ലിയർ ചെയ്തോളാം. അമ്മവാ, ഋതികാന്റിയുടെ പടം. അല്ല, ആരാ ഈ ഋതിക ആന്റി? എന്റെ ഭാര്യ. ഓ, ഈ പടം ഋതികയുമായി നല്ല സാമ്യമുണ്ട്, അതുകൊണ്ടാ ഐഷുമോൾ അങ്ങനെ പറഞ്ഞ. അതിന് എനിക്ക് ഋതിക ആരാണെന്ന് അറിയില്ലല്ലോ. ഞാൻ വെറുതെ ഒരു പടം വരച്ചു, അത്രേ ഉള്ളൂ. അതെ, ഇത് ഋതികാന്റി തന്നെയാ, എന്റെ ഋതു ആന്റി. അത് പോട്ടെ ഐഷു, ഋതികാന്റിയെ ഈ ടീച്ചർക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? ടീച്ചറെ എങ്ങോട്ട് പോവെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഐഷിനെ കൊണ്ട് ഇനി എന്നാ വരണ്ടേ? മറ്റന്നാള് വന്നോളൂ. മറ്റന്നാള് മുതല് നമുക്ക് ക്ലാസ് തുടങ്ങാം. രാജു, ഒന്ന് വരൂ. ഇപ്പൊ വരാവേ. എത്രയും പെട്ടെന്ന് നീ ഋതുമോളുമായിട്ടുള്ള പിണക്കം മാറ്റണം. അവളൊരു പാവ, അവളെ നീ സങ്കടപ്പെടുത്തരുത് രാജു. ഏയ് ഇല്ലമ്മേ. പിണക്കം മാറിയിട്ട് രണ്ടാളും ഒരുമിച്ച് വാ. ഇവിടെ വെച്ച് വേണ്ട, മറ്റൊരിടത്ത് വെച്ച് നമുക്ക് വിശദമായിട്ട് കാണാം. ശരി അമ്മേ. വേണുവേട്ടന്റെ പുതിയ ഫോൺ നമ്പർ ഒന്ന് എന്റെ നമ്പറിലേക്ക് ഒന്ന് അയക്കാവോ? പിന്നെന്താ, അമ്മയുടെ നമ്പർ പറഞ്ഞോ. എന്റെ നമ്പർ ഇതിലേക്ക് അയച്ചാ മതി. ശരി, ഞാൻ അയച്ചേക്കാം. ശരി രാജു. മോളെ, പോവാം. പോവാം. ടീച്ചറിനോട് യാത്ര പറയേ. ടീച്ചറെ, ട്യൂസ്ഡേ വരാട്ടോ. ശരി മോളെ. ശരി. സന്ദ്ര, ഞാനെല്ലാം ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ശരി. മാഡം, സന്ദ്ര, എല്ലാം വെരിഫൈ ചെയ്ത് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ മാഡം. ഇങ്ങനെയായിട്ട് എന്നെ കഷ്ടപ്പെടുത്താനാണോ എനിക്ക് ഇത്രയും വലിയ പദവികൾ തന്നത്?
മാഡം എന്തൊക്കെയാ ഈ പറയുന്നേ? ഇത് പദവിയാണോ? ഇതിന്റെ എല്ലാം അവകാശി മാഡം അല്ലേ? ഞങ്ങളുടെ മാത്രമല്ല, ആയിരക്കണക്കിന് പേരുടെ ബോസ്. ഇത്രയ്ക്കും തലവേദന പിടിച്ച കേസാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്താ ഒരു കുഴപ്പമില്ല മാഡം. പിന്നെ ഇൻട്രസ്റ്റിംഗ്. ആ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാ മാഡം എന്നോട് ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടില്ലല്ലോ? എന്താ സാന്ദ്ര? നാളെ മുതൽ കുറെ ദിവസങ്ങളോളം ഓരോ സെക്ഷന്റെയും ഹെഡുകളുമായി മാഡത്തിന് മീറ്റിംഗ് ഉണ്ട്. ഫൈനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ബിസിനസ് മാനേജർ, അങ്ങനെ ഓരോരുത്തരുമായി കുറെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് വേണം മാഡം അവരുമായി മീറ്റിംഗിനിരിക്കാൻ. പേടിക്കണ്ട മാഡം, ഒരു മാസം കൂടി കഴിഞ്ഞാൽ മാഡത്തിന് കുറച്ചുകൂടെ ഫ്രീ ആവാം. അതുവരെ കഷ്ടപ്പെട്ടേ പറ്റൂ. ശരി മാഡം. മോളെ ഇറങ്ങിക്കോ. ഐഷുക്കുട്ടിക്ക് അമ്മാവനൊരു ഐസ്ക്രീം വാങ്ങിച്ചുതരാം. ശരി അമ്മാവാ. കഴിക്കുമോളെ. അമ്മാവന് വേണ്ടേ? അമ്മാവനിപ്പോ ഐസ്ക്രീം ഒന്നും വേണ്ട, മോള് കഴിച്ചോ. മോളെ, മോക്ക് ആ ടീച്ചറെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടീച്ചർ. പിന്നെ ഐഷു മോളെ, ടീച്ചറുടെ വീട്ടിൽ വെച്ചേ ടീച്ചർ വരയ്ക്കുന്ന ഒരു പടം കണ്ടില്ലേ? കണ്ടു, ഋതിക ആന്റിയുടെ പടം. അയ്യോ, അത് ഋതിക ആന്റിയെ പോലെ തന്നെയാ ഇരിക്കുന്നേ. ആ ആ അതെ, അത് അമ്മാവനെ ആന്റിയുടെ പടം കൊടുത്ത് വരപ്പിക്കുന്ന. ടീച്ചർക്കറിയില്ല ഋതിക ആന്റി ആരാന്ന്. അമ്മാവൻ ആ ടീച്ചറെ കൊണ്ടേ പടം വരപ്പിക്കുന്ന എന്തിനാന്നറിയോ? ഇല്ല. അതെ, ഋതിക ആന്റിയുടെ പിറന്നാളിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്. സർപ്രൈസ്. അതുകൊണ്ട് ആ പടം കണ്ട കാര്യം ഋതിക ആന്റിയോട് മോള് പറയരുത്. പറയൂ. പറയില്ല. ആ, പറയരുത്. പറയാതിരുന്ന അമ്മാവൻ ഇതുപോലെ ഇനിയും മോക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരും. ഞാൻ പറയില്ല അമ്മാവാ. ശരി, നല്ല കുട്ടി. എന്നാ മോള് കഴിച്ചോ, മോള് കഴിച്ചോ.